ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. വീണ്ടും അധികാരത്തിലെത്തിയാൽ നരേന്ദ്രമോദി കൂടുതൽ നേതാക്കളെ ജയിലിലടയ്ക്കും. പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു പ്രസംഗം. थोड़े दिन के बाद ममता दीदी जेल में होंगी, तेजस्वी यादव जेल में होगा, स्टालिन साहब जेल के अंदर होंगे, पिनरई विजयन जेल के अंदर होंगे, उद्धव ठाकरे जेल के अंदर होंगे, जितने विपक्ष के नेता ये सारे जेल के अंदर होंगे. പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടയ്ക്കുന്ന നരേന്ദ്രമോദി സ്വന്തം പാർട്ടിയിലുള്ളവരെയും വെറുതെ വിടുന്നില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ. LK അദ്വാനിയെ പോലെയുള്ളവരുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച നരേന്ദ്രമോദിയുടെ അടുത്ത ലക്ഷ്യം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. BJPയിലെ 75 വയസ്സ് മാനദണ്ഡം അനുസരിച്ച് നരേന്ദ്രമോദി വിരമിക്കാൻ സമയമെടുത്തു. അമിത്ഷായ്ക്ക് വേണ്ടിയാണ് BJP ഇപ്പോൾ വോട്ട് ചോദിക്കുന്നതെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. तो मैं लोगों को, देश के लोगों को आगाह करना चाहता हूं, मोदी जी अपने लिए वोट नहीं मांग रहे. मोदी जी अमित शाह को प्रधानमंत्री बनाने के लिए वोट मांग रहे हैं. मैं पूछना चाहता हूं मोदी जी से और अमित शाह जी से, ये मोदी की गारंटी पूरी कौन करेगा? क्या अमित शाह मोदी की गारंटी पूरी करेंगे? जब आप अगर जो वैसे तो मेरे को लगता है मैं भी आऊंगा उसके ऊपर, मुझे नहीं लगता इनकी सरकार बन रही है, लेकिन जो बीजेपी को वोट देने जाएं वो ये सोच के जाना कि आप मोदी जी के नाम पे वोट नहीं दे रहे, आप अमित शाह के नाम पे वोट दे रहे. ഭാര്യ സുനിതയ്ക്കൊപ്പം കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് അരവിന്ദ് കെജ്രിവാൾ പാർട്ടി ആസ്ഥാനത്തെത്തിയത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അനുഗമിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പേരെടുത്തു പറഞ്ഞായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗം. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനാണ് ചേരുന്നത്. നിതിൻ, നിരവധി കാര്യങ്ങൾ തന്റെ മടങ്ങിവരവ് പ്രസംഗത്തിൽ അരവിന്ദ് കെജ്രിവാൾ പറയുന്നു. BJPയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ എടുത്തുകാട്ടുന്നു. കൂടുതൽ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് പോകും എന്ന സൂചനകളിൽ തന്നെയല്ലേ നൽകുന്നത്? മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാതെ പ്രധാനമായും പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്നും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു, കൂടാതെ BJPക്കകത്തെ ആഭ്യന്തര തർക്കങ്ങളും ഉയർത്തിക്കാട്ടിയായിരുന്നു ഇന്ന് അരവിന്ദ് കെജ്രിവാൾ 1 മണിക്ക് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് വെച്ച് ഇന്ന് മാധ്യമങ്ങളെ ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. പ്രധാനമായും ആം ആദ്മി പാർട്ടി ചെറിയൊരു പാർട്ടിയാണ്, കേവലം 10 വർഷം മാത്രം ആയുസ്സുള്ള ഒരു പാർട്ടിയാണ്. ചെറിയൊരു പാർട്ടിയാണ്, കേവലം 10 വർഷം മാത്രം ആയുസ്സുള്ള ഒരു പാർട്ടിയാണ്. ഈ ഒരു പാർട്ടിയെ തകർക്കാൻ വേണ്ടിയാണ് 4 പ്രധാനപ്പെട്ട നേതാക്കളെ ജയിലിൽ അടച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ആം ആദ്മി പാർട്ടി അങ്ങനെ തളരില്ല. ഇതൊരു ആശയമാണ്. ഈ ആശയം അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്യുന്നതെങ്കിൽ അത് തന്നെ കണ്ടു പഠിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, തന്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രി നേരത്തെ ഒരു അഴിമതി നടത്തിയപ്പോൾ താൻ തന്നെ മുൻകൈ എടുത്ത് ആ മന്ത്രിയെ പിന്നീട് നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയിരുന്നു. സമാനമായ നിലയിൽ തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചാൽ ആരെ വേണമെങ്കിലും ജയിലിലടക്കാമെന്ന സന്ദേശമാണ് ഇതുവഴി നൽകുന്നത്. ഒരുപക്ഷെ ഭാവിയിൽ ഇനി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്ന് അരവിന്ദ് കെജ്രിവാൾ തന്റെ ഈ ജയിലിന് ശേഷമുള്ള, അതായത് ജയിൽവാസത്തിന് ശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന പ്രസംഗത്തിൽ പരാമർശിച്ചത്. ഉദ്ധവ് താക്കറെ ഉൾപ്പെടെയുള്ള നേതാക്കളും ഇത്തരത്തിൽ സമാനമായ തന്നെ കേന്ദ്ര ഏജൻസികളെ വേട്ടയാടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിരോധം, ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പ്രതിരോധം ആണ് ഇപ്പോൾ നടക്കേണ്ടത്. മാത്രമല്ല, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനുള്ള ഒരു സന്ദേശം കൂടി നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറണം. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഏത് നിലയിലും പോരാട്ടം തുടരും, തന്റെ രക്തം അതിനുവേണ്ടി ചീന്താൻ താൻ തയ്യാറാണെന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ BJPയിലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ BJP മുതിർന്ന നേതാക്കളെല്ലാം തന്നെ അവരുടെ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്ന ഒരു നില സ്വീകരിച്ചു. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, അതോടൊപ്പം തന്നെ വസുന്ധരാജ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ പേരെടുത്ത് തന്നെയായിരുന്നു പരാമർശം. ഇനി അടുത്തത് യോഗി ആദിത്യനാഥ് എന്നൊരു BJPയുടെ ആഭ്യന്തര തർക്കം കൂടി ഉയർത്തിക്കാട്ടിയായിരുന്നു ഇന്ന് അരവിന്ദ് കെജ്രിവാൾ തന്റെ പ്രസംഗത്തിൽ അടക്കം ഉടനീളം ഇന്ന് സൂചിപ്പിച്ചത്. മാത്രമല്ല, കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ പ്രസംഗം. എന്തായാലും വലിയ രീതിയിൽ തന്നെ ജനപങ്കാളിത്തം ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരുടെ എല്ലാം തന്നെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇനി അല്പസമയത്തിനകം അരവിന്ദ് കെജ്രിവാൾ സൗത്ത് ഡൽഹി മണ്ഡലത്തിലേക്ക് നീങ്ങും. അവിടെ വെച്ച് മെഹ്റോളിയിൽ ഇന്ന് റോഡ് ഷോ സംഘടിപ്പിക്കും. പിന്നീട് രാത്രി 8 മണിക്കും ഒരു റോഡ് ഷോ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് സജീവമായി തന്നെ അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങുകയാണ്. രാവിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ
നിന്ന് നിതിൻ, ദർശനം അത് തന്നെയാണ് നടത്തിയായിരുന്നു. സജീവ രാഷ്ട്രീയത്തിലേക്ക് വർദ്ധിത വീര്യത്തോടെ അരവിന്ദ് കെജ്രിവാൾ മടങ്ങിയെത്തുന്നു. ഇതോടൊപ്പം തന്നെ റോഡ് ഷോകൾ നടത്തുന്നു. കൂടുതലായി ജനങ്ങളിലേക്ക്, അതായത് ഡൽഹിയിലെ ഓരോ വ്യക്തിയിലേക്കും കാര്യങ്ങൾ എത്തിക്കുക, പുതിയതായ കാര്യങ്ങൾ, അതായത് മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട തന്റെ ജയിലനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നും ഇതുവരെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് കൂടുതലും BJP-യിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡ് ഷോയുടെ സമയം എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്? ക്രിസ്റ്റീന, വൈകിട്ട് 4 മണിക്കാണ് സൗത്ത് ഡൽഹി മണ്ഡലത്തിൽ റോഡ് ഷോ നിശ്ചയിച്ചിരിക്കുന്നത്. മെഹ്റൂലിൽ നിന്ന് റോഡ് ഷോ ആരംഭിക്കും. വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഈ റോഡ് ഷോയിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും അതോടൊപ്പം മുതിർന്ന നേതാക്കളടക്കം ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം, അരവിന്ദ് കെജ്രിവാൾ ജയിലായതിനു ശേഷം ആം ആദ്മി പാർട്ടിയുടെ പ്രചരണത്തിന്റെ നേതൃത്വം നയിച്ചത് പിന്നീട് സുനിത കെജ്രിവാൾ ആയിരുന്നു. പക്ഷേ പിന്നീട് ആം ആദ്മി പാർട്ടിക്കും അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളും വർദ്ധിത വിവരത്തോടുകൂടി തന്നെ ഇന്നലെ തിരിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇനിയുള്ള ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിനെ പരമാവധി ഇടങ്ങളിൽ പ്രചരണം നയിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ സൗത്ത് ഡൽഹിയിലെ റോഡ് ഷോ ആദ്യം നിശ്ചയിച്ചത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നെ വെച്ച് നടത്താനായിരുന്നു. പക്ഷേ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങിയ സാഹചര്യത്തിൽ ഇനി ഡൽഹിയിലടക്കം, ഡൽഹി കൂടാതെ പഞ്ചാബ്, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളടക്കം അരവിന്ദ് കെജ്രിവാളിനെ രംഗത്തിറക്കി മദ്യ അഴിമതി കേസിലെ രാഷ്ട്രീയം സംസാരിക്കാൻ തന്നെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഉദ്ദേശിക്കുന്നത്. എന്തായാലും മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് മറ്റ് വശങ്ങളിലേക്ക് എന്തായാലും ഈ അരവിന്ദ് കെജ്രിവാൾ പ്രതികരിക്കില്ല. എന്നാൽ ഇതിന്റെ രാഷ്ട്രീയം കൃത്യമായി തന്നെ ഇന്ന് ജനങ്ങളോട് ഒരു പക്ഷേ ഇന്നത്തെ റോഡ് ഷോയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ സംസാരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ തന്നെ സുനിത കെജ്രിവാൾ ശക്തമായ ഭാഷയിലുള്ള വിമർശനമെല്ലാം തന്നെ ഈ മദ്യ അഴിമതി കേസിലെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളുടെ വേട്ടകളെ സംബന്ധിച്ചെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. സമാനമായ നിലയിലൊരു രാഷ്ട്രീയ പ്രസംഗം ഇന്ന് വൈകിട്ടത്തെ റോഡ് ഷോയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വൈകിട്ട് 4 മണിക്ക് മെഹ്റൂളിൽ ആരംഭിക്കുന്ന റോഡ് ഷോ പിന്നീട് രാത്രി 8 മണിക്ക് ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തും റോഡ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലും സജീവമായി തന്നെ റോഡ് ഷോയിൽ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു നിർണായക ശക്തിയായി കേന്ദ്രത്തിലെത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി അതിന് ഊർജ്ജം നൽകുന്ന ഒരു സുപ്രീം കോടതി ഇടപെടലാണ് ഇന്നലത്തെ എന്നൊരു പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അത്തരമൊരു അനുകൂലമായുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളതാണ് ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാം തന്നെ കണക്കുകൂട്ടൽ. അതിന് ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റും തങ്ങൾക്ക് ലഭിക്കുമെന്നൊരു അനുകൂലമായിട്ടുള്ളൊരു പ്രതീക്ഷ ഇന്നിപ്പോൾ ആം ആദ്മി പാർട്ടിയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും പ്രതീക്ഷ പങ്കുവച്ചിട്ടുണ്ട്. പഞ്ചാബിലും സമാനമായി തന്നെ 13 സീറ്റും നേടാനൊരു സാഹചര്യമുണ്ട്. കൂടാതെ ഹരിയാനയിലും 10 ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതെന്നാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും മറ്റ് ആം ആദ്മി നേതാക്കളും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശക്തമായ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികൾ സജീവമാകാനാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ജയിൽ മോചിതനായ ശേഷം അരവിന്ദ് കെജ്രിവാളിന്റെ പരിപാടി, അദ്ദേഹത്തിന്റെ പ്രസംഗം, ഇനിയുള്ള റോഡ് ഷോ, ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ നൽകിയത്.